പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, നല്ല ഈത്തപ്പഴം കൊണ്ടായിരിക്കണം നമ്മൾ നോമ്പ് തുറക്കേണ്ടത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാനപ്പെട്ട ഒരു ചര്യയായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ട ഒരു ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഫ്തിറു അലാ റുതബാത്തിൻ ഖബ്ല അൻ യുസല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ നോമ്പ് തുറക്കും. ബാങ്ക് കൊടുത്താൽ അള്ളാഹുവിൻ്റെ റസൂൽ നോമ്പ് തുറക്കും. പാകമായ ഈത്തപ്പഴം, അതിനാണ് റൊത്തബ് എന്ന് പറയുന്നത്, അഥവാ ഉണങ്ങാത്ത പാകമായി പഴുത്തു വന്ന ഈത്തപ്പഴം, അത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് തുറന്നിരുന്നത്. അതിനാണ് മുൻഗണന. ഫഇല്ലം തകുനു റതബാത്തുൻ, ഇനി റുതബ ലഭിച്ചിട്ടില്ലെങ്കിൽ ഫഅലാ തമറാത്തിൻ, ഉണങ്ങിയ കാരക്ക കൊണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പ് തുറക്കും. ഫഇല്ലം തകുൻ, ഇനി അതും കിട്ടിയിട്ടില്ലെങ്കിൽ ഹസവാത്തിൻ മിൻ മാഇൻ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളത്തിൽ നിന്ന് ചില മുറുക്കുകൾ കുടിച്ചുകൊണ്ട് നോമ്പ് തുറക്കുന്നതാണ്. അപ്പോൾ അവിടെ വെള്ളത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂന്നാമതാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈത്തപ്പഴം, പാകമായ ഈത്തപ്പഴം കൊണ്ടാണ് നോമ്പ് തുറക്കേണ്ടത്. അതാണ് നബിയുടെ ചര്യ. അത് ലഭിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഉണങ്ങിയ ഈത്തപ്പഴമാകാം. ഇത് രണ്ടും കിട്ടിയിട്ടില്ലെങ്കിലാണ് വെള്ളത്തിലേക്ക് പോവേണ്ടത്. പലരും ജ്യൂസ് കുടിച്ചുകൊണ്ടോ വെള്ളം കുടിച്ചുകൊണ്ടോ, കാരണം നല്ല ദാഹമുണ്ടാകും, അപ്പോൾ പലരും ഈത്തപ്പഴത്തിന് മുൻഗണന കൊടുക്കുന്നില്ല. ചില ആളുകൾ ഞങ്ങൾക്ക് ഈത്തപ്പഴം ഇഷ്ടമില്ല എന്ന് പറയുന്നവരുണ്ട്. അവരോട് നമുക്ക് പറയാനുള്ളത്, ഈത്തപ്പഴത്തെ നമ്മൾ ഇഷ്ടപ്പെടണം. കാരണം ഒരുപാട് സുന്നത്തുകൾ ലഭിക്കുന്ന ഒരു കാര്യമാണ് ഈത്തപ്പഴവുമായി ബന്ധപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈത്തപ്പഴത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തേണ്ടതുണ്ട്. ഇക്കാര്യവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്.